ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സച്ചിയും അരുണും ഒരു ഘട്ടത്തിൽ കൂട്ടാവുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും അതിൻ്റെ അനന്തരഫലമായിട്ട് സച്ചിയും അരുണും കൂടി ഒന്നുകൂടെ അകലുകയും ശത്രുതയും കൂടുകയും ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത്. അപ്പോൾ ആ എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു ദിവസം സച്ചിയുടെ കാറിൽ കയറിയ ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി സച്ചി അയാൾ പറഞ്ഞ അഡ്രസ്സിലോട്ട് പോവാണ്. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും കാശും മേടിച്ച് വീണ്ടും കാറിൽ കയറാൻ പോകുന്ന ടൈമിൽ നമ്മുടെ അരുൺ വരുവാണ്. അരുൺ വരുമ്പോഴേക്കും സച്ചി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഓ എവിടെ തിരിഞ്ഞാലും ഇവനെ തന്നെയാണല്ലോ ഞാൻ കാണുന്നത്, ഇവനും ഞാനും തമ്മിൽ എന്തോ മുൻജന്മ ബന്ധം ഉണ്ടെന്ന് തോന്നുന്നു, അതാ ഞാൻ പോടിടത്തൊക്കെ ഇവനെ കാണുന്നതെന്നൊക്കെ സച്ചി ഓർത്തിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അരുൺ നല്ല കലിപ്പിൽ സച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. വണ്ടിയൊന്നും അരുൺ ഇങ്ങനെ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുവാണ്, നിർത്തുന്നൊന്നുമില്ല. സച്ചി ഇങ്ങനെ കലിപ്പിച്ച് നോക്കിയിട്ട് അരുൺ പാസ് ചെയ്ത് പോവാണ്. സച്ചിയും വിട്ടുകൊടുക്കുന്നില്ല, അതേപോലെ തന്നെ നല്ല നോട്ടം സച്ചിയും നോക്കുന്നുണ്ട് അരുണിനെ. എന്നിട്ട് അരുൺ അങ്ങോട്ട് പാസ് ചെയ്ത് സച്ചി കാറിൻ്റെ ഉള്ളിൽ കയറാൻ പോകുമ്പോഴേക്കും ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു വരുന്നുണ്ടാവുകയെ ആ റോട്ടിൽ കൂടി. അപ്പോൾ ഈ സ്ത്രീയുടെ കഴുത്തിൽ നിറയെ ആഭരണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ തന്നെ ഒരു കള്ളൻ പുറകിൽ വന്നിട്ട് ഈ സ്ത്രീയുടെ കഴുത്തിലുള്ള മാല പൊട്ടിച്ചിട്ട് ഓടുവാണ്. അവർ കള്ളൻ ആരെങ്കിലും ഓടി വരണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്. സച്ചി ആ കള്ളനെ കാണുകയും മാല പൊട്ടിച്ചോടിയ കള്ളന്റെ പിറകെ സച്ചി ഒന്നും നോക്കുന്നില്ല, ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുവാണേ. അരുണും വിട്ടു കൊടുക്കുന്നില്ല. അരുണും ബൈക്ക് എടുത്ത് ആ കള്ളനെ പിടിക്കാൻ വേണ്ടി നേരെ റോട്ടിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടും പോകുവാണ്. അങ്ങനെ ഒരു സൈഡിൽ സച്ചി ഓടുന്നു കള്ളന്റെ പുറകിൽ, ഒരു സൈഡിൽ അരുൺ ഓടുന്നു. അപ്പോഴേക്കും ഈ കള്ളൻ ഏർപ്പാട് ചെയ്ത ഒരു ബൈക്കുകാരൻ അവിടെ നിപ്പുണ്ടാവേ. മാലയും പൊട്ടിച്ച് ഓടി വരുമ്പോൾ ഓടിക്കയറി രക്ഷപ്പെടാനായിരുന്നു അവരുടെ പ്ലാന്. അപ്പോൾ കള്ളൻ ഓടി ആ ബൈക്കിലോട്ട് കയറാൻ പോകുമ്പോഴേക്കും സച്ചി ആളുടെ ഷർട്ടിൽ പിടിച്ച് വലിച്ച് പുറത്തെടുക്കുവാണ്. എന്നിട്ട് അവിടെ വെച്ച് രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോഴേക്കും അരുണും വരുവാണേ. അരുൺ വരുമ്പോഴേക്കും അയ്യോ പോലീസുകാരൻ എന്ന് പറഞ്ഞിട്ട് ആ ബൈക്കിലിരിക്കുന്ന ആള് എളുപ്പം രക്ഷപ്പെടുവേ. മറ്റേ മാല പൊട്ടിച്ച കള്ളനും സച്ചിയും തമ്മിൽ അവിടെ അടിപിടി നടക്കുവാണ്. അയാൾക്കും പോലീസിനെ കാണുമ്പോൾ നല്ല പേടിയാവുന്നുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സച്ചിയെ ഈ അരുണിന്റെ ദേഹത്തോട്ട് തള്ളിയിട്ടിട്ട് ഓടി രക്ഷപ്പെടുവാണേ. അങ്ങനെ അരുണും ബൈക്കും സച്ചിയും കൂടി ഒരു സൈഡിലോട്ട് വീഴുവാണ്. സച്ചി വിട്ടുകൊടുക്കുന്നില്ല. ആ കള്ളന്റെ പുറകിൽ വീണ്ടും സച്ചി ഓടുന്നുണ്ട്. അരുൺ ബൈക്ക് എഴുന്നേറ്റ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്കും ബൈക്കൊന്നും സ്റ്റാർട്ട് ആവുന്നില്ല. അവസാനം വണ്ടി അവിടെ ഇട്ടിട്ട് അരുണും ഓടുവാണ്. അപ്പോൾ ഒരു ഘട്ടം എത്തുമ്പോഴേക്കും രണ്ട് റോഡായിട്ട് ഇങ്ങനെ തിരിയുവാണ്. അപ്പോൾ സച്ചിക്ക് ഈ കള്ളൻ ഏത് വഴിക്കാണ് പോയി എന്നൊരു ഡൗട്ട്. സച്ചി കുറേ നേരം ഈ റോട്ടിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ഒരു ഗേറ്റ് ഇങ്ങനെ തുറന്നു കിടക്കുന്നുണ്ട്. അവിടെ മുമ്പിൽ വെച്ചിരുന്ന ഒരു വണ്ടിയും മറിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ സച്ചിക്ക് ഡൗട്ട് അടിക്കുവാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ ആ കള്ളൻ ഈ വീട്ടിലോട്ട് ഓടിക്കയറാനാണ് സാധ്യത എന്ന് സച്ചി മനസ്സിലാക്കിയിട്ട് ആ വീട്ടിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. വീടിൻ്റെ മെയിൻ ഡോറൊക്കെ ഇങ്ങനെ തുറന്നു കിടക്കുവാണേ. സച്ചി അകത്ത് കയറി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ മുകളിലത്തെ മുറിയിൽ നിന്നും ആരെങ്കിലും ഓടി വരണേ, കള്ളൻ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു സ്ത്രീ ബഹളം വെക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാൻ പോകുമ്പോഴേക്കും അരുണും അങ്ങോട്ടേക്ക് എത്തുവാണേ. അരുൺ സച്ചിയെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ആ ടെറസിലോട്ട് പോകുമ്പോഴേക്കും അവിടുത്തെ മുറിയിലാണ് ഈ സ്ത്രീ കിടന്ന് ബഹളം വെക്കുന്നത്. ഇവർ നോക്കുമ്പോഴേക്കും ആ കള്ളൻ ആ സ്ത്രീയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് മിണ്ടിയാ കൊന്നുകളയും ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അരുൺ എന്ത് പറയുമെന്ന് വെച്ചാൽ ആക്ഷൻ കാണിച്ച് സച്ചിയോട് പറയും, നീ ഇവിടെ നിന്നോ, ഞാൻ അകത്തോട്ട് പോകാമെന്ന് പറയുമ്പോഴേക്കും സച്ചി അതൊന്നും കേൾക്കാതെ അരുണിൻ്റെ വാക്ക് കേൾക്കാതെ ഡോറും തള്ളി തുറന്ന് അകത്തോട്ട് പോവാണ്. അപ്പോഴേക്കും ഈ പോലീസുകാരനെയും സച്ചിയെയും കാണുമ്പോഴേക്കും ആ കള്ളന് ഒന്നുകൂടെ വാശിയും ദേഷ്യമൊക്കെ കൂടുവാണ്. നിങ്ങൾ നിങ്ങളുടെ സാമർത്ഥ്യം കയ്യിൽ വെച്ചാൽ മതി, ഒരടി ഇങ്ങോട്ട് മുമ്പോട്ടെടുത്താൽ ഈ സ്ത്രീയെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ആ കള്ളൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സച്ചി അതൊന്നും വകവെക്കാതെ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോഴേക്കും ആ കള്ളൻ കത്തി ഒരു ഇതും കൂടി ആ സ്ത്രീയുടെ കഴുത്തിൻ്റെ അടുത്തോട്ട് ചേർത്ത് വെക്കുവാണ്. അപ്പോൾ സച്ചിക്ക് പേടിയാവുന്നുണ്ട്. ആ സ്ത്രീയും ഇങ്ങനെ കരയുവാണ്, നിലവിളിച്ച് കരയുവാണ് പേടിച്ചിട്ട്. അപ്പോൾ വേറെ നിവർത്തിയില്ല എന്ന് ഇവർക്ക് സച്ചിക്കും അരുണും മനസ്സിലാവുകയാണ്. അരുൺ എളുപ്പം മുറിയുടെ പുറത്തോട്ട് ഇറങ്ങുവാണ്. സച്ചിയും പയ്യെ മുറിയുടെ പുറത്തോട്ട് ഇറങ്ങാൻ പോകുമ്പോഴേക്കും ആ കള്ളൻ സ്ത്രീയുടെ കഴുത്തിൽ നിന്നും കത്തി ഒന്ന് പയ്യെ ലൂസാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും പുറത്തോട്ട് ഇറങ്ങുന്ന വഴിയിൽ സച്ചി നോക്കുമ്പോൾ അവരുടെ ഡോറിൻ്റെ സൈഡിലായിട്ട് ഒരു ഫ്ലവർ വേസ് ഉണ്ടാവുകയെ. പോകുന്നു എന്ന ഭാവത്തിൽ പോയിട്ട് സച്ചി എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഫ്ലവർ വേസ് എടുത്തിട്ട് ആ കള്ളൻ്റെ തലക്കിട്ട് ഒറ്റ എറിയുവാണ്. കള്ളൻ്റെ കയ്യിൽ നിന്നും കത്തി അങ്ങോട്ട് താഴെ വീഴുവാണേ. പിന്നെ അറിയാലോ സച്ചി അയാളെ ഇട്ട് നല്ലോണം പെരുമാറുന്നുണ്ട്. സച്ചി അയാളെ പെരുമാറി അയാളുടെ കയ്യിൽ നിന്ന് കത്തി താഴെ വീണു എന്ന് കാണുമ്പോഴേക്കും അരുണും വന്ന് നല്ലോണം അയാളോട് പെരുമാറുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ സ്റ്റേഷനിലോട്ട് വാടാ, ബാക്കി
കാര്യങ്ങൾ അവിടെ വെച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് അരുൺ ഈ കള്ളനെയും പിടിച്ചുകൊണ്ട് പോകുവാണ്. അപ്പോൾ സച്ചി ആ സ്ത്രീയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കാതെ, പേടിക്കണ്ട, ഞങ്ങൾ അപ്പോഴത്തേക്കും എത്തിയില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ആ സ്ത്രീ ഒരുപാട് നന്ദി പറയുന്നുണ്ട് സച്ചിയോട്. മോനെ, നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. അവൻ്റെ വാക്കും കേട്ട് നിങ്ങൾ രണ്ടിനും പോയായിരുന്നെങ്കിൽ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അവൻ ഈ വീട്ടിലുള്ള എല്ലാ സ്വർണ്ണങ്ങളും സാധനങ്ങളും എടുത്തുകൊണ്ട് പോയാനായിരുന്നു. മോൻ്റെ സമയത്തെ ഇടപെടൽ കാരണം മോൻ ആ ഫ്ലവർ വേസ് എടുത്ത് അവൻ്റെ തലയിൽ എറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. മോൻ ഇല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇതിന് നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല, അമ്മ എനിക്ക് എൻ്റെ അമ്മയെ പോലെ തന്നെയാണ്, കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ആ സ്ത്രീയെ നല്ലതുപോലെ സമാധാനിപ്പിച്ചിട്ട് ഉപദേശിക്കുന്നൊക്കെയുണ്ട്. വീട്ടിൽ ആരും ഇല്ലാത്ത ടൈമിൽ മെയിൻ ഡോറൊന്നും ഇങ്ങനെ തുറന്നിടരുത്, ലോക്ക് ചെയ്തിടണം, അല്ലെങ്കിൽ ഇതുപോലുള്ള കള്ളന്മാർ പെരുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, ഇങ്ങനത്തെ ആപത്തുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവരെ ഉപദേശിക്കുമ്പോഴേക്കും ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, മോനും പോലീസിലാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഹേയ് ഞാൻ പോലീസിലൊന്നല്ല, ആ കള്ളൻ്റെ കാര്യം ആ വന്ന പോലീസുകാരൻ നോക്കിക്കോളൂ എന്ന് പറയുമ്പോഴേക്കും ആ സ്ത്രീ പറയുന്നുണ്ട്, മോൻ പോലീസ് അല്ലെങ്കിലും മോൻ്റെ സാമർത്ഥ്യം അപാരമാണ്. അപ്പോൾ എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ഞാൻ വെറും ഒരു കാർ ഡ്രൈവറാണെന്ന് പറയുമ്പോഴേക്കും ആ സ്ത്രീ പറയുന്നുണ്ട്, മോൻ്റെ നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചിയുടെ കാർഡ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മ എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറയുവാണേ. അവർ വീണ്ടും വീണ്ടും നന്ദി സച്ചിനോട് പറയുന്നുണ്ട്. എന്നിട്ട് സച്ചി ആ വീട്ടിൽ നിന്നും ഇറങ്ങുവാണ്. പിന്നെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ അരുൺ ഈ കള്ളനെയും കൊണ്ട് പോയല്ലോ സ്റ്റേഷനിലോട്ട്. അപ്പോൾ അരുണിൻ്റെ ഈ സാമർത്ഥ്യത്തെ, അതായത് അരുൺ ഒറ്റയ്ക്ക് ഈ കള്ളനെ പിടിച്ചോ, ഒരു സ്ത്രീയെ കൊല്ലാൻ നോക്കിയ കഴുത്തിന് മീതെ കത്തി വെച്ച ഒരു കള്ളനെയാണ് താൻ പിടിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് സ്റ്റേഷനിലൊക്കെ വലിയ സ്റ്റാറാവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അരുണിനെ, അതായത് ഒരു സ്ത്രീയുടെ ജീവനല്ലേ രക്ഷിച്ചത്, തൻ്റെ ഒരു പേടിയും കൂടാതെ ധൈര്യത്തോടെ അരുൺ ചെയ്ത ഈ സൽപ്രവൃത്തിയെ എല്ലാവരും അഭിനന്ദിക്കുവാണ്. അരുണിനെ പ്രൊമോഷൻ വരെ കിട്ടുന്നുണ്ട് ഈ സംഭവത്തിൽ. എന്നിട്ട് അരുണിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാനലുകാരൊക്കെ വരുന്നുണ്ട്. അരുൺ എല്ലാവരോടുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെയുണ്ട്. നിങ്ങളാരും ഒരു ആപത്ഘട്ടം വന്നാൽ പേടിച്ച് നിൽക്കരുത്, സധൈര്യം മുമ്പോട്ട് പോകണം, ഒന്നിനെ പറ്റിയും പേടിക്കരുത്, അങ്ങനെ പേടിക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ന് എനിക്കൊരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതെന്നൊക്കെ പറഞ്ഞ് അരുൺ ഭയങ്കര വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ അരുണിൻ്റെ ഈ വീഡിയോ, അതായത് അരുൺ ചെയ്ത ഈ പ്രവൃത്തിയെ പുകഴ്ത്തിയ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാവുകയാണ്. അരുണിനെ അഭിനന്ദിച്ച ഒരുപാട് കമൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഈ സച്ചിയുടെ ടാക്സി സ്റ്റാൻഡാണ് പിന്നെ കാണിക്കുന്നത്. അവിടെ മഹേഷും കൂട്ടരും ഫോണിൽ ഈ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി നോക്കിക്കേ, അരുൺ എന്ത് നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്, ഒരു സ്ത്രീയാ രക്ഷിച്ചിരിക്കുന്നത്, നിന്നെപ്പോലെ തന്നെ ഒരു പേടിയുമില്ലാത്ത ധൈര്യമുള്ള ഒരു ആൺകുട്ടിയാണ് അവൻ, നീ ധൈര്യമായിട്ട് ദേവുനി ഇവനെ കെട്ടിച്ചു കൊടുത്തോ, നല്ല മനസ്സുള്ളത് കൊണ്ടല്ലേ അവൻ ആ സ്ത്രീയെ രക്ഷിച്ചത്. അപ്പോൾ സച്ചി പറയും, ഏത് സ്ത്രീയെ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇവർ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ പറയുമ്പോഴേക്കും അതിൽ അരുൺ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ സച്ചിക്ക് അത് മനസ്സിലാവുകയാണ്. അതായത് താനും കൂടി കൂട്ടുനിന്നുകൊണ്ട് രക്ഷപ്പെടുത്തിയ ആ സ്ത്രീയുടെ ആ ക്രെഡിറ്റ് മൊത്തം അരുൺ അടിച്ചു മാറ്റിയെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര ദേഷ്യം വരുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എടാ ആ സ്ത്രീയെ രക്ഷിച്ചത് അരുൺ ഒന്നുമല്ല ഞാനാണെന്ന് പറയുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട്, നീയോ? അതേടാ, അരുൺ ആ ഭീഷണി കേട്ട് ആ മുറിയിൽ നിന്നും അപ്പം തന്നെ പുറത്തിറങ്ങി, എൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടത്, അവരെന്നോടത് പറയുകയും ചെയ്തു, എൻ്റെ കൈ ചേർത്ത് പിടിച്ച് അവരൊരുപാട് നന്ദിയൊക്കെ പറഞ്ഞു, മോനുള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ടേ, അവനാൾ കൊള്ളാലോ, നിൻ്റെ കൂടെ സഹായിക്കാൻ ഒരാളുണ്ടെന്നൊരു പേര് പറയണ്ട, ഒരാളുണ്ടായിരുന്നെങ്കിലും ആ പോലീസുകാരനൊന്ന് പറയായിരുന്നു, ഇവൻ അതുപോലും പറയാതെ എല്ലാം താൻ ഒറ്റക്കാണ് ചെയ്തതെന്നുള്ള ഭാവത്തിലാണല്ലോ സംസാരിച്ചതെന്നൊക്കെ മഹേഷ് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതാണ് എനിക്കും ദേഷ്യം, എനിക്ക് ആ ക്രെഡിറ്റൊന്നും വേണ്ട, എനിക്ക് എല്ലാവരും എന്നെ പുകഴ്ത്തുകയും വേണ്ട ആ സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചതിൻ്റെ പേരിൽ, പക്ഷേ ഇത് മൊത്തം അവൻ അടിച്ചു മാറ്റി ഒറ്റക്കാണ് ചെയ്തതെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ, അത് കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്, എനിക്ക് ഇത് വരുന്ന ദേഷ്യത്തിലുണ്ടല്ലോ ഞാൻ അവൻ ഇപ്പം തന്നെ ഫോൺ ചെയ്ത് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ എടുത്തിട്ട് നേരെ അരുണിനെ വിളിക്കുവാണേ. അപ്പോൾ അരുൺ ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആരാന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ സച്ചിയാന്ന് പറയുമ്പോഴേക്കും അരുൺ പറയും, ഏത് സച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഓ നിനക്ക് ഏത് സച്ചിയാണെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, ഞാൻ ദേവുടെ ചേട്ടനാന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഓ അങ്ങനെ പറ, അല്ലാതെ സച്ചി എന്ന് പറയുമ്പോൾ തന്നെ നിന്നെ മനസ്സിലാക്കാൻ വേണ്ടി നീ വലിയ സെലിബ്രിറ്റിയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് സച്ചിയെ അപമാനിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്താ വിളിച്ച കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി
പറയുന്നുണ്ട്, നീ എന്തോ ഒറ്റയ്ക്ക് വലിയ കാര്യം സാധിച്ചതുപോലെയാണല്ലോ എല്ലായിടത്തും ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, പിന്നെ ഞാൻ പോലീസുകാരനാ, സംസാരിക്കാനുള്ളിടത്ത് സംസാരിക്കും, അതാ പോലീസുകാരൻ്റെ കഴിവ്, എന്നെപ്പോലെ കഴിവുള്ളവനായ ഇതുപോലെ എല്ലാവർക്കും ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അന്ന് ഞാൻ ഉണ്ടായത് കൊണ്ട് മാത്രം ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്, എന്നിട്ട് നീ എന്താ വലിയ ആളെപ്പോലെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ച് സച്ചി ചോദ്യം ചെയ്യുമ്പോഴേക്കും അരുൺ അത് ഇഷ്ടപ്പെടുന്നില്ലേ. അരുൺ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. പിന്നെ സച്ചി അപമാനിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുമുണ്ട്. ഞാൻ പോലീസുകാരനായതുകൊണ്ട് തന്നെ ഇങ്ങനെയേ പെരുമാറുള്ളൂ, അതുകൊണ്ട് എനിക്ക് നേട്ടം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് അത് കേൾക്കുമ്പോൾ ഒന്നുകൂടെ ദേഷ്യം വരുവാണ്. അരുൺ സച്ചിയെ എന്തൊക്കെയോ കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞ് അപമാനിച്ചതിന് ശേഷം കോള് കട്ട് ചെയ്യുവാണ്. അപ്പോൾ സച്ചി മഹേഷിനോടായിട്ട് പറയുന്നുണ്ട്, അവൻ്റെ അഹങ്കാരം ഇപ്പോഴും തീർന്നിട്ടില്ല, കേട്ട് നിങ്ങൾക്ക് പറഞ്ഞ ഇപ്പം മനസ്സിലായില്ലേ, അവനെപ്പോലുള്ള ഒരാളെ ഞാൻ ദേവുവിനെ കൊണ്ട് കെട്ടിക്കണോ, അവനെ ഞാൻ ഒരിക്കലും ദേവുവിനെ വിവാഹം കഴിച്ച് കൊടുക്കില്ല എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, വിടടാ സച്ചി, ഈ സത്യം അറിയാവുന്നത് നിനക്കും ആ പോലീസുകാരനും മാത്രമാണ്, ഇനിയിപ്പോൾ ഈ വിഷയം നീ മുമ്പോട്ട് കൊണ്ടുപോയിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം, അവൻ്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം എന്നൊക്കെ സച്ചി പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ്. സച്ചി എന്ത് ചെയ്യുന്നു വെച്ചാൽ മദ്യപിച്ച് വീട്ടിൽ ചെന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട് രേവതിയോട്. അരുൺ ചെയ്ത കാര്യത്തെ പറ്റി ഭയങ്കര ദേഷ്യത്തിൽ തന്നെ രേവതിയോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ കള്ളത്തരം കാണിച്ചാണ് അവൻ പോലീസിൽ ചേർന്നത്, അവൻ ഓരോരുത്തരുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കുന്ന ഒരാളാണ്, എൻ്റെ ജീവൻ പണയം വെച്ച് ഞാൻ ആ സ്ത്രീയെ രക്ഷിച്ചു, പക്ഷെ ക്രെഡിറ്റ് മൊത്തം അവൻ കൊണ്ടുപോയി, ഞാൻ കൂടെ ഉണ്ടായിരുന്നെന്ന് ഒരു വാക്ക് പോലും അവൻ ഒരിടത്തും പറഞ്ഞില്ല എന്നൊക്കെ രേവതിയോട് പറഞ്ഞ് ആ കഥകൾ മൊത്തം പറയുമ്പോഴേക്കും രേവതിക്കും എന്ത് പറയണം എന്നറിയില്ല. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇതുപോലൊരുത്തനെ ഞാൻ ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിൽ കയറാൻ സമ്മതിക്കില്ല, രേവതി നീ അതൊരിക്കലും നടത്താനും സമ്മതിക്കരുതെന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്. സച്ചി ഉറങ്ങിക്കഴിയുമ്പോഴേക്കും രേവതി ദേവുവിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദേവു, അരുണിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലാണല്ലോ, പക്ഷേ അരുണല്ല ആ സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചത്, സച്ചിയേട്ടനാണെന്നൊക്കെ പറയുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, രേവതി ചേച്ചി എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഒരിക്കലും ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ പറയാറില്ല എന്നോട് വന്ന്, അതായത് നല്ല കാര്യം ചെയ്യുമ്പോഴേക്കും അത് പാടി നടക്കുന്ന ഒരാളല്ല, പക്ഷേ ഈ കാര്യം പറയണം എന്നുണ്ടെങ്കിൽ സച്ചിയേട്ടൻ്റെ മനസ്സ് അത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും, കാരണം താൻ ചെയ്ത ഒരു നല്ല കാര്യത്തിൻ്റെ ക്രെഡിറ്റ് വേറൊരാൾ എടുത്ത് സംസാരിക്കുന്നത് കണ്ടിട്ട് സച്ചേട്ടന് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട് എന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, നമ്മൾ എങ്ങനെയെങ്കിലും അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി ഈ കല്യാണം നടത്തിക്കാൻ നോക്കുമ്പോഴേക്കും ഇവർ തമ്മിൽ വീണ്ടും ശത്രുത കൂടുവാണല്ലോ ചേച്ചി, സച്ചേട്ടൻ ചെയ്ത ആ നല്ല കാര്യത്തിൻ്റെ ക്രെഡിറ്റ് ആണല്ലേ അപ്പോൾ അരുണേട്ടൻ എടുത്ത് അനുഭവിക്കുന്നത്, ഇത് അവർ തമ്മിലുള്ള പകയും ദേഷ്യവും കൂട്ടുമല്ലോ ചേച്ചി, ഞാൻ അരുണേട്ടനെ വിളിച്ച് സംസാരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, വേണ്ട ദേവു, നീ വിളിക്കൊന്നും വേണ്ട, ഞാൻ നീ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ് രേവതി. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്കും സച്ചി ജീവൻ രക്ഷിച്ച ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയും ഭർത്താവും കൂടി ചന്ദ്രോദയത്തിലോട്ട് വരുവാണ്. സച്ചി ചെയ്ത ഈ നല്ല കാര്യത്തിന് എന്തെങ്കിലും പ്രത്യുപകാരം തിരിച്ചു ചെയ്യണം എന്നോർത്തിട്ട് അവർ സച്ചി താമസിക്കുന്ന വീടൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തെരഞ്ഞ് വീട്ടിലോട്ട് വരുവാണേ. വീട്ടിലെത്തുന്നതും ചന്ദ്രയാണ് ഉണ്ടാവുന്നത്. അപ്പോഴേക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ മകനെ കാണാൻ വന്നതാണ്, അവനെ ഞങ്ങൾക്ക് ബഹുമാനിക്കണം, അവൻ ഒരുപാട് സമ്മാനങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രയുടെ കണ്ണ് തള്ളുവാണേ, കാരണം അവരുടെ കയ്യിൽ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചന്ദ്ര ഓർക്കും, തൻ്റെ മകനെന്നല്ലേ പറഞ്ഞത്, സുധീർ കാര്യമല്ല അപ്പോൾ ചന്ദ്രയുടെ മനസ്സിൽ ആദ്യം പോകത്തുള്ളൂ. നിങ്ങൾ അകത്തോട്ട് വരുമെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ അവരെ ഇരുത്തുന്നൊക്കെ ഉണ്ട് സ്വീകരിച്ച്, ഞാൻ ഇപ്പം തന്നെ എൻ്റെ മകനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സുധിയെ വിളിക്കുവാണേ. അപ്പോൾ സുധിയെ കാണുമ്പോഴേക്കും ഇവർ പറയുന്നുണ്ട്, ഇയാളല്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്നാൽ ശ്രീകാന്ത് ആയിരിക്കും, ഞാൻ അവനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ വിളിക്കുവാണ്. അപ്പോൾ ശ്രീകാന്ത് വരുമ്പോഴേക്കും ശ്രീകാന്തിനെ കണ്ടിട്ട് ഇവർ പറയും, ഇവനുമല്ല, ഒരു ടാക്സി ഡ്രൈവറാണെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രനും എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവർ, സച്ചിയാണ് ഇവർ ഉദ്ദേശിച്ചത്, മോനെ സച്ചി എന്ന് പറഞ്ഞിട്ട് സച്ചിയെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി അവിടെ മുറിയിൽ നിന്ന് വന്നിട്ട്, നിങ്ങളോ, എന്താ അമ്മ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആ അമ്മ പറയുന്നുണ്ട്, മോനെ സച്ചി, നീ എന്തൊരു വലിയ കാര്യമാണ് ചെയ്തത്, നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്രയും രവീന്ദ്രനൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായി പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഇവർ ചന്ദ്രയ്ക്കും രവീന്ദ്രനും ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ പുണ്യം ചെയ്ത ജന്മങ്ങളാണ്, നിങ്ങളുടെ
നിങ്ങൾക്ക് പിറന്ന ഈ മകൻ എത്ര പുണ്യവാനാ, അപ്പോൾ പിന്നെ നിങ്ങൾ അത്രയും ഭാഗ്യം ചെയ്തവരായതുകൊണ്ടല്ലേ ഇതുപോലൊരു മകനെ കിട്ടിയത്, നിങ്ങളുടെ കാല് തൊട്ട് നമ്മൾ നന്ദി പറയണം എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, സച്ചി എന്തോ നല്ല കാര്യം ചെയ്തു എന്ന് മനസ്സിലായി, എന്താ ആ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ആ സ്ത്രീയുടെ ഭർത്താവ് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ജീവനാണ് എൻ്റെ ഭാര്യ, ആ ഭാര്യയുടെ ജീവനാണ് നിങ്ങളുടെ മകൻ രക്ഷിച്ചത്, നിങ്ങൾ എന്ത് വലിയ കാര്യമാണ് ചെയ്തതെന്നറിയാവോ ഈ സച്ചി, അപ്പോൾ പിന്നെ ആ സച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും തിരിച്ചു ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീട്ടിലോട്ട് വന്നത്, അന്വേഷിച്ച് പിടിച്ചു വന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്തിനാ അമ്മേ, ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഇതൊന്നും ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, മോനൊന്നും പ്രതീക്ഷിച്ചില്ലായിരിക്കും, പക്ഷേ ഞങ്ങളുടെ സന്തോഷത്തിന് മോൻ ഇത് മേടിക്കണം എന്ന് പറയുമ്പോഴേക്കും വർഷ ഓടിച്ചെന്നിട്ട് ഇതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യുവാണ്, ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സച്ചി അപ്പോഴും വേണ്ട, എനിക്കിതൊന്നും വേണ്ട എന്ന് പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, മോൻ്റെ അമ്മയായി കരുതി ഞങ്ങൾ തരുന്ന ഈ സമ്മാനങ്ങളൊക്കെ മേടിക്കണം മോനെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പണങ്ങളും ഫ്രൂട്ട്സും അതുപോലെ തന്നെ സ്വർണ്ണ ചെയിനും ഒക്കെ സച്ചിക്ക് സമ്മാനമായിട്ട് ഇവർ കൊടുക്കുവാണ്. ചന്ദ്രയുടെ കണ്ണ് തള്ളുവാണ്. ഇതെന്താ, ഇവൻ ഇത്രയും വലിയ സച്ചി ആയതുകൊണ്ട് തന്നെ ചന്ദ്ര അത്ര ഇതൊന്നും കാണിക്കുന്നില്ല, പക്ഷെ അവർ കൊടുക്കുന്ന ഗിഫ്റ്റ് കാണുമ്പോഴേക്കും ചന്ദ്രയുടെ കണ്ണിങ്ങനെ തള്ളിപ്പോവാണ്. അപ്പോൾ സച്ചി അവരങ്ങനെ ഒരുപാട് പറയുമ്പോഴേക്കും സച്ചി ആ സമ്മാനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ചന്ദ്രയുടെ വയറ് തൊട്ട് കണ്ണിലൊക്കെ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും, ഇത്രയും നല്ലൊരു മകനെ പ്രസവിച്ച നിങ്ങൾ എത്ര നല്ല അമ്മയായിരിക്കണം, നിങ്ങളുടെ ഈ വയറ്റിൽ നിന്നും വന്ന ഈ കുഞ്ഞ് എത്ര നല്ലവനാ, അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയുടെ കണ്ണും നിറയുവാണേ. ചന്ദ്ര ഭയങ്കര സ്നേഹത്തോടെ തന്നെ സച്ചിയെ നോക്കുന്നുണ്ട്, കാരണം ചന്ദ്രയും അവർ ബഹുമാനിച്ചല്ലോ. എന്നിട്ട് അവർ ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയും, ആൻറ്റി എന്താ നടന്നതെന്ന്, അന്ന് എന്താ സംഭവിച്ചതെന്ന് ഒന്ന് വിശദീകരിച്ച് പറയാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ അമ്മ നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണേ. അപ്പോൾ എന്നിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ സച്ചി ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവൻ കിട്ടിയതെന്നും അല്ലെങ്കിൽ എനിക്കെൻ്റെ ഭാര്യയെ നഷ്ടപ്പെടുമെന്നൊക്കെ അവരുടെ ഭർത്താവും പറയുന്നുണ്ട്. അങ്ങനെ ഈ വീഡിയോ ഒക്കെ വർഷം റെക്കോർഡ് ചെയ്യുവാണ്. എന്നിട്ട് അവർ ആ വീട്ടിൽ നിന്നും പോകുമ്പോഴേക്കും എല്ലാവർക്കും വീട്ടുകാർക്കൊക്കെ സന്തോഷമാവുകയാണ്, കാരണം സച്ചി ഒരു വലിയ കാര്യമല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി ഈ വീഡിയോ എങ്ങനെ ഞാൻ വൈറലാക്കാൻ പോകുന്നു നിങ്ങൾ കണ്ടോ, ഇനി ഈ വീഡിയോ ആയിരിക്കും സോഷ്യൽ മീഡിയയിൽ തരംഗം എന്നൊക്കെ വർഷ പറഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്യുവാണേ. ചന്ദ്രയുടെ കണ്ണ് മൊത്തം അവർ കൊടുത്ത സ്വർണത്തിലാണ്, അത് എത്ര പവൻ ഉണ്ടെന്ന് നോക്കുവാണ് ചന്ദ്ര. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇത് കണ്ട് സച്ചിയെ അഭിനന്ദിക്കുന്നതൊക്കെയുണ്ട്. സച്ചിക്ക് അഭിനന്ദനം വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അരുണ് ഭയങ്കര വിമർശനങ്ങളും വരുവാണ്. അരുണിനെ എന്നിട്ട് കമ്മീഷണർ ഓഫീസിൽ നിന്ന് കോളൊക്കെ വരുന്നുണ്ട്. അരുൺ താൻ ആ വീഡിയോ കണ്ടില്ല എന്ന് ചോദിക്കുന്നതൊക്കെയുണ്ട്. അപ്പോൾ അരുൺ ഇല്ലെന്ന് പറയുവാണേ. സത്യത്തിൽ അരുൺ ആ വീഡിയോ കണ്ടിങ്ങനെ ദേഷ്യം വന്നിരിക്കുമായിരിക്കും. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, എടോ താനല്ലേ പറഞ്ഞത് താനാണ് ആ സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചതെന്ന്, എന്നിട്ട് ആ സ്ത്രീ തന്നെ വന്ന് പറയുന്നു ആ ടാക്സി ഡ്രൈവർ സച്ചിയാണ് രക്ഷിച്ചതെന്ന്, എന്തൊക്കെയാണോ ഈ നടക്കുന്നതെന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, സാർ അവൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അവരുടെ ജീവൻ രക്ഷിച്ചത് ഞാനാന്ന് പറയുമ്പോഴേക്കും കമ്മീഷണർക്ക് ദേഷ്യം വരുവാണേ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ജീവൻ രക്ഷപ്പെട്ട ആ സ്ത്രീ തന്നെ അങ്ങനെ പറയുമ്പോൾ അവരുടെ വാക്കിനല്ലേ വിലയുള്ളൂ. അരുൺ പബ്ലിക് തനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് താൻ മെൻഷൻ ചെയ്യണമായിരുന്നു, അതല്ലേ പോലീസിൻ്റെ ഡ്യൂട്ടി. ഇത് ക്രെഡിറ്റ് മൊത്തം താൻ തട്ടിയെടുത്ത് തനിക്ക് പ്രമോഷൻ വരെ തന്നു. താൻ ചെയ്തത് എന്തായാലും ഒരു മോശം പ്രവൃത്തിയാണ് അരുൺ. താൻ അയാൾ കൂടെ ഉണ്ടായിരുന്നോ എന്നെങ്കിലും പറയണമായിരുന്നു. ഇത് മൊത്തം താൻ ഒറ്റക്കാ ചെയ്തതെന്നുള്ള രീതിയിലല്ലേ സംസാരിച്ചത്. തൻ്റെ പ്രമോഷൻ്റെ കാര്യമൊക്കെ ഇനി എന്താവുമെന്ന് കണ്ടറിയാം. ഏതായാലും തനിക്ക് പ്രമോഷൻ എന്തായാലും ഇനി അത് വേണ്ടെന്ന് വെച്ചിരിക്കുക അരുണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അരുണിനോട് ദേഷ്യപ്പെടുന്നുണ്ട് പോലീസ്. അപ്പോഴേക്കും അരുണും സച്ചിനോടുള്ള ദേഷ്യം കൂടി വരുവാണ്. ഇവന് ഈ സമയത്ത് തന്നെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോടുള്ള വാശിയും പകയും ഒക്കെ തീർത്തതാ. കാരണം ഇവൻ ഇന്നലെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നല്ലോ, അത് ചോദിച്ചത് കൊണ്ട് തന്നെ ഇവൻ മനഃപൂർവ്വം തന്നെ ആ സ്ത്രീയെ വീട്ടിൽ വിളിച്ചു വരുത്തി ഇങ്ങനൊരു വീഡിയോ മനഃപൂർവ്വം റെക്കോർഡ് ചെയ്തതാ. എനിക്ക് പ്രമോഷൻ കിട്ടിയ വിവരം അവൻ അറിഞ്ഞു, അപ്പോൾ അത് തട്ടിക്കളയാൻ വേണ്ടി ഈ സച്ചി മനഃപൂർവ്വം ചെയ്തതാ എന്നൊക്കെ പറഞ്ഞിട്ട് അരുണ് ഭയങ്കര ദേഷ്യം കൂടുവാണ് സച്ചിനോട്. കാരണം അരുൺ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഈ പ്രമോഷൻ കിട്ടുമെന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ സച്ചി ഇത് മനഃപൂർവ്വം ചെയ്തതെന്നാണ് അരുൺ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ സച്ചി ഇത് മനഃപൂർവ്വമല്ല, അവരായിട്ട് തന്നെ സച്ചിയെ തേടി വന്നാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് അരുൺ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.